കഴിഞ്ഞ ദിവസങ്ങളിലായി തോരാതെ പെയ്ത മഴയിൽ വെള്ളം ഇരച്ചു കയറിയ മണിക്കടവ് ടൗണിൽ ഭീമമായ തുകയുടെ നാശനഷ്ടം സംഭവിച്ചതായി വ്യാപാരി നേതാക്കൾ പറഞ്ഞു. ചെളിയും വെള്ളവും കയറിയതോടെ അരി ഉൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ടൈലറിംഗ് ഷോപ്പുകളിലെ തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ളവ നശിച്ചു. 2018 പ്രളയത്തിൽ കയറിയതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഇത്തവണ ടൗണിലേക്ക് ഒഴുകിയെത്തിയതെന്നും കച്ചവടക്കാരും വ്യാപാരികളും അറിയിച്ചു. എല്ലാം കൂടെ 1.5 ലക്ഷം അനാവശ്യ സാധനങ്ങൾ മൊത്തം പോയി. ഉപകരണങ്ങൾ മൊത്തം പോയിട്ടുണ്ട്. ഉപകരണങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കംപ്ലീറ്റ് പോയി. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ചെറുപ്പം മാത്രങ്ങളേ ഉള്ളൂ. അതുപോലെ ഒളിച്ചു പോകാനുള്ള ഇല്ലാത്ത കടയിലുള്ള സർവ്വ സാധനം പോയി. സൂചി മുതൽ, ഇൻവേർട്ടർ മുതൽ, മെഷീൻസ് മുതൽ, അങ്ങേയറ്റം റേഷൻ കാർഡ് വരെ പോയി. സർവ്വതും പോയി. എല്ലാം ഇവിടെയായിരുന്നു. ഒരു 3 ലക്ഷം രൂപയുടെ അങ്ങനെയാണേലും മെഷീനെല്ലാം പോയി. സർവ്വതും പോയി. മെഷീനല്ല, ഇലക്ട്രോണിക്സിന്റെ അല്ലേ. വെള്ളം കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊത്തം പോയി. എത്ര വെള്ളം കയറി? വെള്ളം ഒരാൾക്കും കയറിയല്ലേ. ഏകദേശം 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായും ഇവർ പറഞ്ഞു. 2026 ഓഗസ്റ്റ് 1-ാം തീയതി മണിക്കടവിനെ സംബന്ധിച്ചിടത്തോളം പ്രളയത്തിൻ്റെ ഒരു ദിനമായിരുന്നു. മണിക്കടവ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു പ്രളയത്തെയാണ് ഈ പ്രാവശ്യം നേരിട്ടത്. മണിക്കടവിലെ 37ഓളം കടകളിൽ വെള്ളം കയറുകയും നാളിതുവരെ കാണാത്ത അത്ര ദുരിതത്തിൽ കച്ചവടക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും മണിക്കടവിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പ്രളയമായി മാറിയിരിക്കുകയാണ്. 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളാണ് അവിടുത്തെ കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കുമായിട്ടുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മണിക്കടവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. സർക്കാരിൻ്റെ ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അത്രവിധം മണിക്കടവിലെ വ്യാപാരി സമൂഹത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഇത് കാലാകാലങ്ങളിൽ ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുന്നത് മൂലം വ്യാപാരികൾ വലിയ ദുഃഖത്തിലാണ്. കാരണം പുഴയോട് ചേർന്ന് കിടക്കുന്ന മണിക്കടവിലെ കച്ചവട സ്ഥാപനങ്ങൾ, മണിക്കടവ് ടൗണും എല്ലാ വർഷവും ഇതേപോലെയുള്ള വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിസന്ധി ഒരു പരിഹാരം ഉണ്ടായേ മതിയാവും. തീർച്ചയായിട്ടും പുഴയിലെ മണൽ വാരാൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിക്കുകയോ, പുഴ വനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം പുഴയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയോ ചെയ്തില്ലെങ്കിൽ വരും വർഷങ്ങളിലും ഇതേപോലെ തന്നെ മണിക്കടവ് ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ജനങ്ങൾക്കും കച്ചവടക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനോട് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളതാണ്, പുഴകളിൽ അടിഞ്ഞുകൂടിയ എക്കലും മണലും അവിടെ കാട് വളരുന്നതുപോലെ വലിയ പ്രതിസന്ധിയാണ് പുഴകൾ സമീപത്തുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ മണൽ വരുന്നതിനും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള അനുമതി നൽകി അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെയും ജനങ്ങളെയും രക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. തീർച്ചയായിട്ടും വലിയ ജനങ്ങളുടെ പൊതു പങ്കാളിത്തത്തോടെ നമുക്ക് ടൗണും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ നഷ്ടമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക ഒരു പാക്കേജ് നടപ്പിലാക്കിക്കൊണ്ട് വ്യാപാരികളെ സംരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത്. നഷ്ടം സംഭവിച്ച മണിക്കടവിലെ വ്യാപാരികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു.